അത് എന്റെ കുറ്റമല്ല, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത്, എന്നെ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും കൈ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ട് ഓരോ കണ്ടസ്റ്റൻസ് വന്നിരുന്ന് സംസാരിക്കണം. അപ്പം അനുമോള് വന്നിട്ട് രേണുസുതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ചർച്ചാ വിഷയം ഉണ്ടല്ലോ, അതായത് രേണുവിൻ്റെ മുടിയെ പറ്റിയിട്ട്. രേണുവിൻ്റെ തല നിറച്ചും പെയിനാണ്, രേണുവിന് വൃത്തി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അപ്പം അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ അനുമോള് വന്നിട്ട് രേണുവിനെ പറ്റി പറഞ്ഞത്. അതായത് രേണു പ്രോപ്പറായിട്ട് ഹെയർ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നില്ല, അതുകൊണ്ടാണ് രേണുവിൻ്റെ തലയിൽ ഭയങ്കര രീതിയിലുള്ള പെയിൻ ഉള്ളതെന്നും പലപ്പോഴും ആ ഒരു പെയിന് അനുമോള് തന്നെ കൈ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര രീതിയിൽ കയറി അങ്ങ് കൊണ്ടിട്ടുണ്ട്. ഭയങ്കര കരച്ചിലും പിഴിച്ചിലും, എനിക്ക് ബിഗ് ബോസിൽ നിന്ന് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, ഇത് ശരിയുള്ള പരിപാടിയല്ല, അതാണ് മാടയാണ് കോടയാന്നൊക്കെയാണ് വന്നിരുന്ന് പുള്ളിക്കാരത്തി പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗെയിം ആണെന്നുള്ള ഒരു ചിന്താഗതി ഈ നിമിഷം വരെ രേണുവിന് തോന്നിയിട്ടില്ല. ഇവിടെ ഹൈജീനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ ഹൈജീനെ പറ്റിയിട്ട് ഓരോ കണ്ടസ്റ്റൻസ് എന്തുമാത്രം അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അവർക്ക് ആർക്കും ഒരു പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് കേട്ടപ്പം ഇത്രയും അങ്ങ് കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാതെ വന്നിരുന്ന് നാടകം കാണിക്കുവാണ്. എന്തായാലും ലൈവില് അനുമോള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. വിഷമൊന്നും വിചാരിക്കരുത്, രേണു ചേച്ചിയാണ്. കാരണം ഞാൻ എണീറ്റ ഉടനെ മിക്കവരും ചെയ്യുന്ന കാര്യമാണ് കിടക്കുന്ന ബെഡ് വിരിച്ച് വെക്കാന്നുള്ളത്. അത് എല്ലാവരുടെയും നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കാര്യമാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ മുടി, എല്ലാ പെൺകുട്ടികൾക്കും മുടി കൊഴിയും, ശരി തന്നെയാണ്. ഇന്നിപ്പോ ഇപ്പൊ നമ്മുടെ ശൈത്യ പറഞ്ഞതുപോലെ, അതായത് അനുമോള് പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, എന്നാൽ രേണുസുതിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് മുടിയെ പറ്റിയിട്ടാണ് കൂടുതൽ പറയണത്. ഇതിനകത്ത് ജിസൈലിനെയും കുറ്റം പറയുന്നുണ്ട്. ജിസൈലിനും ഇതുപോലെയുള്ള ഹൈജീൻ ഇല്ല, വെറുതെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടന്നാൽ പോരാ. ഈ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അനുമോള് പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രേണുസുതി 5-6 ദിവസമായിട്ട് കുളിച്ചിട്ടില്ല എന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആദില നൂറയാന്ന് തോന്നുന്നു, അവർ തന്നെ രേണുവിൻ്റെ അടുത്ത് എടുത്ത് പറയുന്നുണ്ട്, അതായത് 6 ദിവസമായി കുളിച്ചിട്ട് എന്ന്. മനസ്സിലായില്ലേ? അതിൽ ബാക്കിയോടെ കേൾക്കാം. 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ബെഡിന്റെ അടുത്തായിട്ട് കുറച്ച് മുടി കട്ട് ചെയ്ത് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരി. പക്ഷെ ആരുടെ മുടിയാണെന്ന് എനിക്ക് അറിയില്ല. ജിസേലും മുടി എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എടുത്ത ആ കട്ട് ചെയ്ത മുടി പോലും കട്ട് ചെയ്ത മുടി പോലും പുള്ളിക്കാരി അത് കൊഴിഞ്ഞതല്ല, അത് കട്ട് ചെയ്തതാണ്. കാണുമ്പോൾ മനസ്സിലാവും അതൊന്ന്. ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കുളിക്കാൻ പാടില്ലെന്ന് അവരെങ്ങും പറഞ്ഞിട്ടില്ല. രേണുവായിട്ട് കൊളാബ് ചെയ്ത ആ ഒരു ഷോപ്പിലെ ആ ഒരു സ്ത്രീ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ കെയർ ചെയ്യണം, കെയർ ചെയ്തില്ലെങ്കിലാണ് ഇതുപോലെയുള്ള പണികൾ കിട്ടുന്നത്. പിന്നെ അവർ ഹെയർ എക്സ്റ്റൻഷൻ രേണുവിന് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ രേണുവിൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അതായത് തല നിറച്ചും പെയിൻ ആണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം അവർ പറഞ്ഞത് കള്ളമല്ലേ, സത്യമാണെന്ന് ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, എന്നാലും പറയാം. പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പെയിനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്, അതായത് പേഴ്സണൽ ഹൈജീൻ ടാസ്ക്കാണ്. ഇതൊരു ടാസ്കിന്റെ രൂപേണ മാത്രമേ ഇത് എടുക്കാവൂ. ഇതൊന്നും വളരെ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓരോ ആൾക്കാർ പറയുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ഷോ ഓഫ് കാണിക്കാനായിട്ട് നിൽക്കരുത്. കാര്യം ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇതൊക്കെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. അതെ, കുളിക്കുന്നില്ല. ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റില്ല എന്ന് ആരാണ് പറഞ്ഞത്? എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പറ്റും, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അത് വളരെ വ്യക്തമായിട്ട് ആ വെച്ച് കൊടുത്ത ആൾക്കാർ തന്നെ വന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായിട്ട് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ് കുളിക്കണ്ട എന്ന്. മുടി കഴുകുന്നില്ല, മേല് കഴുകുന്നുണ്ടാവും, പക്ഷെ തല കഴുകുന്നില്ല. പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലയിലുള്ള കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടെയൊക്കെ. ഞാൻ പലപ്പോഴും അതെടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. പിന്നെ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, എന്നാലേ പറയാം, അത് ഓക്കെ.
അപ്പം ഇതായിരുന്നു അനുമോൾ പറഞ്ഞത്. അനുമോൾ വളരെ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത് ചേച്ചി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇതൊരു ഒരാളുടെ ഹൈജീൻ്റെ ഭാഗമാണ് എന്ന് അനുമോൾ പറയുന്നുമുണ്ട്. ഇനി ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേണുസുതി പഴയതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണ്ട, ഞാൻ മാനസികമായിട്ട് തകർന്നു, ഇതിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല, അതാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നേരത്തെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്കിങ്ങനെ ചീകി ഇതൊന്നും കളയാൻ എക്സ്റ്റൻഷൻ വെച്ചോണ്ടൊന്നും പറ്റി. ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മിക്കപ്പോഴും ലൈവ് നോക്കുമ്പോഴത്തേക്ക് തല ചൊറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചൊറിയുന്നത്? നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി. നിങ്ങളെ വന്നിരുന്ന് കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മോശക്കാരിയാക്കിയോ അങ്ങനെയൊന്നും അല്ല. ഇത് ശരിക്കും ഒരു ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസ് ഒക്കെ ഇറങ്ങി എപ്പോഴേ ക്വിറ്റ് ചെയ്ത് പോയാനെ. ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് വന്നിരുന്ന കരയാനും എടുക്കാനും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്നില്ല. അപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ പോകണം, എന്നാൽ അല്ലെങ്കിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞു അത് എടുത്ത് അത് എന്റെ കുറ്റമല്ല. എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവരുത്, എന്നെ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച്. എന്നെ പെട്ടെന്ന് നാട്ടിൽ കയറ്റിയോടെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. ഇനിയിപ്പം ബിഗ് ബോസ് ഇനിയിപ്പം രേണുവിൻ്റെ തലയിലെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക ടീമിനെ വല്ല അകത്തോട്ട് വിടുമെന്ന് എനിക്കറിയത്തില്ല. അടുത്ത് വേറൊരു ആൾ നിൽക്കുന്നുണ്ടല്ലേ, ശാരിക, എന്തോ അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസിലോട്ട് പോയത്. കമാന്നൊരു അക്ഷരം മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു മിനിറ്റ് കണ്ടന്റ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ സംസാരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രഹസനങ്ങളുണ്ട്. രേണുവിൻ്റെ കട്ടിലിൽ വന്ന് കിടന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അത് കള ചേച്ചി, ഇനിയിപ്പോ അതിനെ ചൊല്ലി ചേച്ചി വിഷമിച്ചിരിക്കല്ല ചേച്ചി. ഇങ്ങനെ എടാ നിനക്കത് മനസ്സിലാകത്തില്ല. അത് നിന്റെ രേഷ്മയെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നത് പബ്ലിക്കായിട്ട് അവിടെ തലയിൽ കൂടെ നെറ്റി കൂടെ കുഞ്ഞു പേനിറങ്ങി പേനാറ് തലയില്ലാത്ത പോലെ. പെയിൻ എല്ലാവരുടെയും തലയിലുണ്ട്. എല്ലാവരും അവിടെയുള്ള എല്ലാവരുടെയും തല ഇതേപോലെ അവർ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളത് കെയർ ചെയ്യാൻ്റെ പ്രശ്നമാണ്. അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് വൃത്തിയായിട്ട് നിങ്ങൾ കുളിച്ചത് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരത്തില്ല. അപ്പോൾ ഇത് വെറുതെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്തിനാണ് കരയുന്നത്? അഫ്കോഴ്സ് ഇത് എല്ലാവരും മുന്നിൽ വെച്ച് പറയുമ്പോൾ വിഷമം ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അത് നമ്മളത് തിരുത്താനായിട്ട് ശ്രമിക്കുക. എന്നും പറഞ്ഞ് ഷോയിൽ നിന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യണം, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് വെറുതെ വോട്ട് പിടിക്കാനുള്ള നമ്പറായിട്ടല്ലേ തോന്നത്തുള്ളൂ. ഇനി ഇന്നലെ മറ്റേ ശരികയാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് എല്ലാ ക്യാമറകളുടെയും മുന്നിൽ ചെന്നിരുന്നിട്ട് സുധിച്ചേട്ടൻ ഋതപ്പൻ കിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുവാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കണ്ടന്റേ ഉള്ളൂ അവർക്ക്, വേറെ കണ്ടന്റ് ഇല്ല. എന്നാ ചേച്ചി കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടാ, കേട്ടാ? വെള്ളം ഇടല്ലോ കേട്ടാ, വെള്ളം കുടിക്കണേ. ബാക്കി കുളിച്ചില്ലെന്നോ നനച്ചില്ലെന്നോ പല്ല് തേച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞോട്ടെ, അതുപോലെ അല്ല ഇത്. വെള്ളം ഇവിടെ താഴ്ത്തിരിപ്പുണ്ട്, ടിഷ്യൂ സൈഡിലിരിക്കും. ഗെയിമായിട്ട് കൂട്ടുന്ന അല്ലടാ, അതുപോലെ അല്ല ഇത്. അത് പറഞ്ഞോട്ടെ, പല്ല് തേക്കുന്നില്ലെന്നോ കുളിച്ചില്ലെന്നോ നാറിയിട്ട് നിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അല്ല. ഇതൊരു എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല, അതാ പറ്റും. ഇത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല. ബിഗ് ബോസിലോട്ട് വരാൻ പോകാന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ലായിരുന്നോ? നിങ്ങൾക്ക് മുന്നേ മറ്റേ വോട്ട് പിടിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാറുന്നല്ലേ? അതൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യരാകുമ്പോൾ അവരുടെ തലയിൽ പെയിനും കാര്യങ്ങളൊക്കെ വരും, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക സ്വന്തമായിട്ട്. ശരിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഞാൻ തന്നെ അത് കെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾ കൊണ്ടുവരുത്തുക. വന്നിരുന്ന് ഈ നാടകം കാണിക്കുന്നത് എന്തിനാ? ഇനി ഇതിനെപ്പറ്റി അനുമോള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് നിന്ന്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും കൈ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഞാനൊരു റീസൺ പറയണം എനിക്ക്, അല്ലെങ്കിൽ വെറുതെ ഇല്ലാത്ത കാര്യം എനിക്ക് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? വൃത്തിയില്ല, കുളിക്കില്ല, ഒരിക്കലും ഇല്ല. ഇല്ലാത്ത കാര്യം ഒരിക്കലും ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തി കണ്ട കാര്യമല്ലേ പറഞ്ഞത്. പുള്ളിക്കാരത്തി പ്രത്യേകം പറഞ്ഞു, ചേച്ചി വേറെ രീതിയിലൊന്നും ചിന്തിക്കരുത് എന്ന്. ശരിക്കും അവിടെ ഉള്ള എല്ലാവരും ഇത് വന്ന് പറയേണ്ട ഒരു കേസാണ്. പക്ഷെ ആരും മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു പറയാൻ ചെയ്യാന്ന്. അനുമോൾ കറക്റ്റായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. അത് അവരുടെ തെറ്റ് ഇനിയെങ്കിലും അവർ കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനും കുറ്റം നനക്കില്ല അങ്ങനെ പറയണ എന്തിനാ? ഞാൻ ഉള്ള കാര്യത്തിൽ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ഇനി സംസാരിക്കട്ടെ, അവരെ കടന്നിച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതിങ്ങനെ കുത്തി ഭയങ്കരമായിട്ട് ഹേർട്ടാണ് സാധനമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, സത്യം പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് ഭയങ്കര ഹേർട്ടായിട്ടുള്ള സംഭവമാണെന്ന് ഒണിയിലെന്ന് പറയുന്നത്. ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിനകത്ത് പോയിരിക്കുന്നതെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. ഒരു രീതിയിലുള്ളൊരു കണ്ടന്റും ഇല്ല. ഇതുവരെ അവൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഒരു മനുഷ്യരും എടുത്ത് ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല.
ഇടയിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുക. പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ടായിരുന്നു കൊടുത്ത ടാസ്ക്. അതുപോലെ മനസ്സിലാക്കാൻ നിനക്കൊന്നും ഒരു ബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? എനിക്ക് രേണുവിനോട് പ്രത്യേകിച്ച് വൈരാഗ്യോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഡ്രാമയൊക്കെ കാണിച്ചിട്ട് ഈ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളുണ്ടല്ലേ, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. തെറ്റുകൾ നിങ്ങളുടെ കണ്ണിൽ കണ്ട് അത് ചൂണ്ടിക്കാണിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഷോയാണ്. ഈ ഷോയിൽ വരുമ്പം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് നിങ്ങൾ പോകരുത്, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നോണം. അങ്ങനെ ഹൈജീൻ സ്പ്രെഡ് ചെയ്യണം നമ്മള്. ഞാനത് കുറച്ച് തേഞ്ഞ് പറയാൻ ഇച്ചിരി കുറച്ച് പറഞ്ഞ് തീർത്തത്, അല്ലെങ്കിൽ അത് ചേച്ചി ഒട്ടിക്കാൻ എനിക്കറിയാം കേട്ടോ. നന്ദി പറയണം. ഇവര് പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് ഇതിലെ കണ്ട ചുമ്മാ കിടന്ന് പ്രഹസനം കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും അല്ല. ഇതില്ല സെപ്റ്റി ടാങ്കിൻ്റെ കേസ് പറഞ്ഞ കണക്ക് അതും പിടിച്ചുകൊണ്ട് 100 ദിവസം അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. അത് മാത്രമല്ല അക്ബറിനെ പുറത്താക്കുമെന്നും പുള്ളിക്കാരത്ത് ചിന്തിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ലാലേട്ടൻ വന്ന് നൈസായിട്ട് ഈ വിഷയം അങ്ങ് സോൾവ് ചെയ്തു. അപ്പം പറയാനായിട്ട് മറുപടിയില്ല. എന്നിട്ട് എല്ലാവരും മുന്നേ വെച്ച് ലാലേട്ടൻ ഞാൻ മാപ്പ് അക്സെപ്റ്റ് ചെയ്തു, ഞാൻ അക്ബറിൻ്റെ അടുത്ത് പുറത്തിരിക്കുന്നു എന്ന്. എന്തെല്ലാം പ്രഹസനമാണെന്നറിയോ. ഇനി ഇന്നലെ ശരിക പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. സുധിയേട്ട എന്നും പറഞ്ഞ് ഇവിടെയുള്ള ഓരോ ക്യാമറകളിലും ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അതായത് ആ സുധിയേട്ടൻ എന്ന് പറയുന്ന ഒരാളെ എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സെല്ല് ചെയ്തിട്ട് അതിനകത്ത് പിടിച്ചു നിൽക്കാമെന്നാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ചിന്ത. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇപ്പം നിങ്ങളെ പുറത്ത് നിന്ന് സ്നേഹിച്ച ആൾക്കാർ പോലും ഈ ഒരു ഷോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വ്യൂവർഷിപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കിട്ടത്തില്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഓഡിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 71 ക്യാമറ മാറി മാറി കിച്ചോട്ടനൊന്ന്, പിന്നെ ഋതപ്പനൊന്ന്, ഓരോ ക്യാമറയിലും മാറി മാറി ഋതപ്പൻ, കിച്ചു, സുധി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന 100 days അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വന്നിരുന്ന് എനിക്ക് ഷോയിൽ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്, എന്നെ പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവർ ശരിക്കും ഈ ഷോയിൽ പോയത്? ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ ആൾക്കാർ കാത്തിരിക്കുന്നതെന്നറിയോ? നിങ്ങൾ നോക്കിയാൽ അത് മിക്ക കണ്ടസ്റ്റൻസിൻ്റെ പരിപാടിയാണ്. അതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കിടന്ന് കരയുക. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ അതിനകത്തോട്ട് പോകുന്നത്? ഇവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട് ആ ഒരു ഷോയിൽ കയറാനായിട്ട്. വേറെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് തല ചൊറിയുന്നതും പെയിൻ എടുത്ത് കളയുന്നതൊക്കെ. എന്തായാലും ശരിക എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്തൊന്നും കാണുന്നില്ല. ഇതിനകത്ത് പറയുന്നുണ്ട് രേണു വേറെ ഒന്നുമില്ല, രേണു ഒരു വകയും ചെയ്യുന്നില്ല എന്ന്. ഈ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ വ്യക്തി ഇതൊക്കെ തന്നെയാണ്. ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുക. എന്തായാലും ഇത്തിരി കോമഡി ആയിട്ട് തോന്നിയ ഒരു സംഭവം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്ത് വെച്ച് കാണിച്ചത്. എന്തായാലും ഇനിയെങ്കിലും രേണു സുധി സ്വന്തമായിട്ട് നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാതെ നിങ്ങളുടെ തലയിൽ നിറച്ച് പെയിൻ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ ഇത് കണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാതാ. അതൊക്കെ ചെയ്യുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇന്നത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അവരാരും പൊട്ടന്മാരല്ല. അവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഈ നാടകമൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.